Hi, welcome everyone to 90 plus double power tuition, world's first learning assurance model. So, മിസ്സിന്റെ തൊണ്ടയ്ക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. എല്ലാവർക്കും മിസ് ഓഡിബിൾ ആണോ? മിസ്സിനെ കേൾക്കാൻ പറ്റുന്നുണ്ടോ നന്നായിട്ട്? എല്ലാരും ഒന്ന് കമന്റ് ബോക്സിൽ ഇടുന്നേ. മിസ്സിനെ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന്? ഓക്കെ, യാ ഉണ്ടല്ലേ, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലേ? ഈസ് ദർ എനി എക്സാം ടുഡേ? ഉണ്ടല്ലോ, നമുക്ക് എക്സാം ഉണ്ടല്ലോ. ഗുഡ് ഈവനിങ് അവനിക. അവധി ഇരുന്ന് എക്സാം ഉണ്ട്. ഇന്ന് നമുക്ക് റിട്ടേൺ എക്സാം ഉള്ള ദിവസമാണ് കേട്ടോ. ഇന്നലെ മാം പറഞ്ഞു വിട്ടിരുന്നില്ലേ? മറന്നുപോയോ? ആ, ഹോൾ ചാപ്റ്ററിന്റെ റിട്ടേൺ എക്സാമാ നമ്മളിന്ന് കാണാൻ പോകും. ഓക്കെ, സോ നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞു നമ്മളുടെ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞത് ഡേ 1, ഡേ 2, ഡേ 3 3 ദിവസമായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതില് ഡേ 1 എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു കോൺസെപ്റ്റും കാണും, കോൺസെപ്റ്റ് സെക്ഷനും കാണും, വർക്ക്ഔട്ട് സെക്ഷനും കാണും. ഓക്കെ, സോ ഫ്രം ദാറ്റ് കോൺസെപ്റ്റ് സെക്ഷനിൽ നമ്മൾ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യുന്നു, ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുന്നു. നമുക്ക് എന്ത് വേണേലും മിസ്സിനോട് ചോദിക്കാം റിഗാർഡിങ് ദ ടോപ്പിക്സ്. ഓക്കെ, എന്നിട്ട് നമ്മൾ അന്നൊരു ഡെയിലി എക്സാം ഉണ്ട് അല്ലേ. കോൺസെപ്റ്റ് സെക്ഷൻസിൽ നമുക്കൊരു ഡെയിലി എക്സാമും കൂടെ ഉണ്ട്. MCQ ടൈപ്പ് ആയിരിക്കും. 10 മാർക്സ് ഔട്ട് ഓഫ് 10 മാർക്ക്. ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യും. അത്രേ ഉള്ളൂ അല്ലേ. പിന്നെ നമ്മൾ വർക്ക്ഔട്ട് ആണ്. ദ വെരി നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സീ ദ വർക്ക്ഔട്ട്. അനർഘ്യ, ഹായ്. അനർഘ്യ കുറച്ച് നേരായിട്ട് മിസ്സിന് ഇങ്ങനെ നിന്ന് കൈ കാണിക്കുകയാണല്ലേ. അതെന്താ, അത് അനർഘ്യ വരച്ച പടമാണോ? എന്തോ പ്രൊജക്റ്റ് ഹിന്ദി. പ്രോജക്റ്റ് ആണോ? ഏത് സബ്ജക്റ്റാ? സയൻസിന്റെയോ? ഹിന്ദി ഹിന്ദി. ഹിന്ദി. ഓക്കെ ഓക്കെ, നല്ലതായിട്ടൊരു പടമൊക്കെ വരച്ചിരിക്കുന്ന മിസ് കാണുന്നുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട്. എല്ലാ സബ്ജക്റ്റിനും പ്രോജക്റ്റ് ഉണ്ടോ? ഉണ്ട്. സയൻസിന് ഏതാ? സയൻസിന് കഴിഞ്ഞില്ല, തന്നിട്ടില്ല ടീച്ചർ. പറഞ്ഞിട്ടില്ല. ഹിന്ദി മാത്സ് മാത്രമേ തന്നിട്ടുള്ളൂ. തന്നിട്ടുള്ളൂ. സോ അപ്പൊ നമ്മൾ വെരി നെക്സ്റ്റ് ഡേയില് വർക്ക്ഔട്ട് കാണുമെന്ന് പറഞ്ഞല്ലേ. അങ്ങനെയാണ് അപ്പൊ ഒരു ഡേ എന്ന് പറഞ്ഞ അതിന്റെ കോൺസെപ്റ്റും വർക്ക്ഔട്ടും. പിന്നെ നമുക്കൊരു ഡേ 1 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവും അല്ലെ. അതുപോലെ തന്നെ ഡേ 2, ഡേ 3 ഉണ്ട്. ഡേ 3 ലാസ്റ്റ് ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഡേ 3 വർക്ക്ഔട്ടാണ്. അതായത് ഇന്നത്തെ ദിവസം കൊണ്ട് നമ്മൾ ഈ ബാച്ച് തീരും അല്ലെ. ഈ ഒരു സെഷൻ അങ്ങ് ഫുള്ള് കംപ്ലീറ്റ് ആവും. ഈ ഒരു ഹോൾ ചാപ്റ്ററിന്റെ എല്ലാ പരിപാടിയും കംപ്ലീറ്റ് ആവും. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യാ, അപ്പൊ ഇന്നാണ് ലാസ്റ്റ് ഡേ. അപ്പൊ ഇന്നത്തെ പ്രത്യേകത നമുക്ക് റിട്ടേൺ എക്സാം. ഓക്കെ, എത്ര നേരത്തെ റിട്ടേൺ എക്സാമാ? നമുക്ക് 1/2 മണിക്കൂർ, 30 മിനിറ്റ്സ് ടൈം ആട്ടോ. സോ ഒരു 7:30 ആകുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. 8 o'clock ആകുമ്പോൾ നമ്മൾ എൻഡ് ചെയ്യും. 20 മാർക്സ്, 20 മാർക്കിന്റെ ചോദ്യമായിരിക്കും കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ പോവാ. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഇന്നലത്തേതൊന്ന് ജസ്റ്റ് പെട്ടെന്ന് PPT ഒന്ന് കണ്ട് റീക്യാപ്പ് ഒക്കെ ഒന്ന് എടുത്തിട്ടേ നമ്മൾ വർക്ക്ഔട്ടിലോട്ട് പോകും. ഓക്കെ, എന്നിട്ട് ഇന്നത്തെ വർക്ക്ഔട്ടും കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് എന്ത് റിട്ടേൺ എക്സാം ഉണ്ടാവുക. ഇനി ആർക്കെങ്കിലും ഇന്നത്തെ ഒരു ക്ലാസിന്റെ ഒരു പോക്ക്, ഒരു സെക്ഷൻസ് ഒക്കെ എങ്ങനെയാണെന്ന് ഡൗട്ട് ഉണ്ടോ? ഇന്ന് നമ്മൾ എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് ഡൗട്ട് ഉണ്ടോ? എല്ലാം ക്ലിയർ ആയോ? I hope for everyone it is clear. Okay, ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടേ എല്ലാവർക്കും ഓക്കെ ആണോന്ന്, ക്ലിയർ ആയോന്ന്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല, ഡൗട്ട് ഒന്നും ഇല്ല, എല്ലാവർക്കും ക്ലിയർ. ഓക്കെ, ഓക്കെ. സോ എല്ലാരും ഒന്ന് ക്യാമറ ഓൺ ആക്കണം കേട്ടോ. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേയാ. എന്നെങ്കിലും ഒന്ന് എല്ലാരും ഉഷാറായിട്ട് ഇരുന്നേ. ഇന്നോടല്ലേ മിസ്സിനെ കാണാൻ പറ്റുള്ളൂ, മിസ്സിന് നിങ്ങളെയും കാണാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ എല്ലാരും ഒന്ന് മുഖമൊക്കെ കാണിച്ച് മിസ്സിനെ ഒന്ന് നോക്കി ചിരിച്ചോണ്ടൊക്കെ ഇരിക്കേ കേട്ടോ. അവന്തിക എസ്റ്റർഡേ ആബ്സെന്റ് ആയിരുന്നോ? കുഴപ്പമില്ല, നമുക്ക് ഒന്നെങ്കിൽ ലിങ്ക് നോക്കിയായിരുന്നോ? CTയോട് ചോദിച്ചായിരുന്നോ ലിങ്കിന് എസ്റ്റർഡേസ് ക്ലാസിന്റെ? ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് റീക്യാപ്പ് പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് സെറ്റ് ആക്കാം. ഇമ്മാനുവൽ മാം ഇപ്പൊ തന്നെ എക്സാം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ?
ഇല്ല. എനിക്ക് കിട്ടിയല്ലോ കെമിസ്ട്രി ലൈവ് റിട്ടേൺ എക്സാം എന്ന് പറഞ്ഞോണ്ട്. ആക്ടിവേറ്റഡ് അല്ലല്ലോ മിസ്സിന്റെ എക്സാം. മുന്നത്തേത് വല്ലതും ആയിരിക്കും അത്. മിസ് ഇന്നത്തെ ലൈവ് കെമിസ്ട്രി ലൈവ് റിട്ടേൺ എക്സാം എന്ന് പറഞ്ഞ കാണിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ആണോ? യെസ് മിസ്. ഓക്കെ. ജസ്റ്റ് അതൊന്ന് മിസ്സിന് അതൊന്ന് എടുത്തിടാവോ? എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട്? ഓക്കെ. മാം, ആ, എനിക്കും ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം കിട്ടി. കിട്ടിയോ? ആ, ഓക്കെ. സോ ഞാൻ ജോയിൻ ചെയ്യുമ്പോഴേ ഉണ്ട് അതവിടെ. ആണോ? അന്ന് ഒരു സെക്കൻഡേ. എന്താണെന്ന് വെരിഫൈ ചെയ്തോട്ടെ, ഒരു 2 minutes. ഓക്കെ. ഓക്കെ, അതിപ്പം നമുക്ക് സെറ്റ് ആക്കാം കേട്ടോ. അത് ആരും അറിയണ്ട, നമുക്ക് റെഡി ആക്കാം. സോ
ഇന്നലത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്ത് നമ്മളുടെ ഒരു ഡെയിലി എക്സാമോടായിരുന്നു അല്ലേ? സോ ഇറ്റ് വാസ് ഡേ 3 ആർ ഡെയിലി എക്സാം. ഭൂമിക എന്താ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നേ? ഭൂമിക, ഭൂമിക അറിയതേ? ഓക്കെ. സോ അപ്പൊ നമ്മള് ഡെയിലി എക്സാമിന്റെ റിസൾട്ട് അതിനകത്ത് ഫുള്ള് മാർക്ക് കിട്ടിയ എല്ലാ കുട്ടികളുടെയും പേര് മിസ് വിളിച്ച് പറയുന്നുണ്ട് അല്ലേ? സോ നമ്മുടെ ഇന്നലത്തെ ഡെയിലി ടെസ്റ്റിന്റെ എക്സാമിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്ത കുട്ടികളുടെ പേരാണ് മിസ് ഇപ്പൊ പറയുന്നത്. ഓക്കെ, സോ ലെറ്റ് മീ സേ നവദീപ്, ശിവദേവ്, നയന, അന്ന, പ്രണവ്, നിത ഫാത്തിമ, ശ്രീരുദ്ര, വൈഗ, കാശിനാഥ്, ആദിദേവ്, ഋതുലയ, ഭൂമിക, ജെഫ്രിൻ, ഗീവർഗീസ്, അശ്വൽ, അൻവിത. ദാറ്റ്സ് ഇറ്റ്. അത്രയും കുട്ടികൾക്കാണ് ഇന്നലത്തെ നമ്മളുടെ ഡെയിലി എക്സാമിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്തത്. ഓക്കെ, സോ കൺഗ്രാറ്റുലേഷൻസ്, എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻ. ഇത്തിരി കുട്ടികൾ ഉണ്ടായിരുന്നു, ഇത് കൂടുതൽ ആൾക്കാർക്ക് വാങ്ങിക്കായിരുന്നു. സാരമില്ല, കുഴപ്പമില്ല, പോയതൊക്കെ പോട്ടെ. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് റിട്ടേൺ എക്സാമിന് മാർക്ക് വാങ്ങിക്കാം. ഓക്കെ, ഇന്നത്തെ നമ്മളുടെ റിട്ടേൺ എക്സാം നമുക്ക് അടിച്ചു പൊളിക്കാം. സോ അപ്പൊ അങ്ങനെയാണ് നമുക്ക് നേരെ നമ്മളുടെ ഇന്നലത്തെ PPT ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേഗം നമ്മളുടെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. So I am sharing the screen now for you. Yeah. So understanding forces. Forces എന്തായിരുന്നു എന്ന് പറഞ്ഞ നമ്മൾ ഇന്നലെ തുടങ്ങി. സോ ഫോഴ്സ് എന്താണെന്ന് പെട്ടെന്ന് നമ്മളൊന്ന് പറഞ്ഞായിരുന്നു. ഒരാളെ നമ്മൾ പുഷ് ചെയ്യും, എന്തോ ഒരു പുഷ് അല്ലെങ്കിൽ ഒരു പുൾ. ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് ഫോഴ്സ്. ഈ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണെന്നറിയോ? വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ്? എനിവൺ നോസ് അബൌട്ട് ദാറ്റ്? ഫോഴ്സ് എന്നൊരു ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? സരൺ, എല്ലാവർക്കും കമന്റ് ബോക്സിൽ ഇടാട്ടോ. അറിയാവുന്ന എല്ലാവരും കമന്റ് ബോക്സിൽ ഇട്ടേ. മാനുവൽ ആൻസർ പറയാനായിരുന്നെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടോട്ടോ. സരൺ, ക്യാമറ ഒക്കെ ഓഫ് ആയിരുന്നല്ലോ, ഇന്ന് ലാസ്റ്റ് ഡേ അല്ലേ, ക്യാമറ ഒക്കെ ഒന്ന് ഓൺ ആക്കി വെക്ക് കേട്ടോ. ഓക്കെ മാം. സോ സരൺ, അറിയാവോ മിസ് ചോദിച്ച ചോദ്യത്തിന് എന്താ ഉത്തരം മാം അറിയാവോ? ക്വസ്റ്റ്യൻ എന്തായിരുന്നു മാം? ഫോഴ്സ്, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ്? ഓർമ്മയില്ല ടീച്ചർ. ഓർമ്മയില്ല, സാരമില്ല കേട്ടോ. ഇന്നലെ ഉണ്ടായിരുന്നില്ല. ഇന്നലെ മിസ് അത് പറഞ്ഞില്ല, പക്ഷെ ചുമ്മാ ഒന്ന് മിസ് ചോദിച്ചു എന്നേ ഉള്ളൂ. ഐ ക്യാൻ സീ ദ റൈറ്റ് ആൻസേഴ്സ് ഇൻ ദ കമന്റ് ബോക്സ്. അവനിക പറഞ്ഞിട്ടുണ്ട്, ഗീവർഗീസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അശ്വൽ, എന്താ അറിയാവോ? അറിയാവോ? ഒരു സയന്റിസ്റ്റിന്റെ പേരാ, ക്ലൂ തരാം. സരൺ, ക്യാമറ ഓഫ് ആക്കല്ലേ. അശ്വൽ, ഓർമ്മ കിട്ടുന്നില്ല അല്ലേ? കുഴപ്പമില്ല, സാരില്ല, മിസ് പറയാം. ഓൾറെഡി ഇൻ ദ കമന്റ് ബോക്സ് ആൻസർ ഈസ് ദേർ. ഇമ്മാനുവലും എല്ലാവരും കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ദാറ്റ് ഇസ് ന്യൂട്ടൺ. റൈറ്റ് ഓൾസോ സേസ് റൈറ്റ് ആൻസർ, ന്യൂട്ടൺ. സർ ഐസക് ന്യൂട്ടന്റെ പേരാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. സോ ദാറ്റ് ഈസ് ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ്. ഇതിന് ഏത് ലെറ്റർ കൊണ്ടാണ് നമ്മൾ കാണിക്കുന്നത് അറിയോ? ക്യാപിറ്റൽ ലെറ്റർ N. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ N വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ഫോർ ഫോഴ്സ്. സോ ദാറ്റ്സ് ഇറ്റ്. ഫോഴ്സ് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? സി വി ക്യാൻ സ്പീഡ് അപ്പ്. ഒരു ഒബ്ജക്റ്റിന്റെ സ്പീഡ് കൂട്ടാം, സ്പീഡ് കുറയ്ക്കാം. അത് ഇങ്ങോട്ടാ പോകുന്നെങ്കിൽ അതിന്റെ ഡയറക്ഷൻ നമുക്ക് ഇങ്ങോട്ട് മാറ്റാം അല്ലേ? സോ ഇപ്പൊ ഒരു ബോൾ ഉരുണ്ട് വരുന്നത് നമ്മൾ അതിനെ കാലുകൊണ്ട് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി ഇട്ടാൽ എന്ത് ചെയ്യും? അതിന്റെ ഡയറക്ഷൻ ചേഞ്ച്. സോ യു ക്യാൻ ചേഞ്ച് ദ ഡയറക്ഷൻ, യു ക്യാൻ സ്പീഡ് അപ്പ് ദ ഒബ്ജക്ട്, ഓർ യു ക്യാൻ സ്ലോ ഡൗൺ ദ ഒബ്ജക്ട്. എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ കണ്ടായിരുന്നു ഇന്നലെ അല്ലേ? സി നമ്മളൊരു ബോളിലോട്ട് എറിഞ്ഞ ബോള് എന്ത് ചെയ്യും? ആദ്യം എറിയുമ്പോൾ നല്ല ഫോഴ്സിലായിരിക്കും, പക്ഷെ പയ്യെ പയ്യെ അത് സ്റ്റോപ്പ് അല്ലേ? മുകളിലെത്തിയിട്ട് സ്പീഡ് താഴ്ത്തു. സോ ദാറ്റ് ഇസ് എ ഫോഴ്സ്. ദെൻ ഇങ്ങനെ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാറ്. അപ്പൊ നമ്മൾ പടേന്ന് ബ്രേക്ക് ചെയ്യും. നമ്മളൊക്കെ ഒന്ന് ഇങ്ങനെ മുന്നോട്ടൊന്ന് ആഞ്ഞ് നമ്മളൊക്കെ ചിലപ്പോൾ തെറിച്ചു പോയി വണ്ടി നിന്നു അല്ലേ? എന്തായാലും വണ്ടി നിന്നു. സോ ജസ്റ്റ് സ്റ്റോപ്പ്. റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന എല്ലാം എന്താണ്? ഓൾ ദീസ് ആർ ഫോഴ്സസ്. ഈ ഫോഴ്സ് വെച്ചിട്ട് നമ്മൾ വേറൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇന്നലെ കണ്ടു, ദാറ്റ് ഇസ്
പ്രഷർ. സോ മിസ് ഒരു ചോദ്യം ചോദിക്കട്ടെ, എല്ലാവരും കമന്റ് ബോക്സിൽ ആൻസർ ഇടും. ഓക്കെ, ഡു എനിവൺ നോ വാട്ട് ഈസ് ദ ഇക്വേഷൻ ടു ഫൈൻഡ് ദ പ്രഷർ? പ്രഷറിന്റെ ഒരു ഇക്വേഷൻ. നമ്മൾ ഫോഴ്സ് ഉണ്ട്, ഏരിയ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അല്ലേ? അപ്പൊ ഫോഴ്സും ഏരിയയും വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ പ്രഷർ. ആർക്കെങ്കിലും അറിയാതെ അത് കമന്റ് ബോക്സിൽ ഇടാവോ? എല്ലാരും ഒന്ന് 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 ഓർത്ത് വെക്കൊന്ന്. ആരും ഹാൻഡ് റൈസ് ചെയ്യണ്ട, എല്ലാരും ഒന്ന് ഒരു ആൻസർ കമന്റ് ബോക്സ് ഇട്ടാം. ഫോഴ്സും ഏരിയയും മിസ് ക്ലൂ തരാം. അതിനും മിസ് ക്ലൂ തരാം കേട്ടോ. എല്ലാത്തിനും മിസ് ക്ലൂ അങ്ങനെ തരില്ല. ഫോഴ്സും ഏരിയയും. അതെ, ഒത്തിരി പേർക്കൊക്കെ അറിയാം. കറക്റ്റ് ആൻസർ ഒക്കെ വരുന്നുണ്ട്. വെരി ഗുഡ്. I can see the correct answers in the comment box. പക്ഷെ കുറച്ചു പേർക്ക് ഇപ്പോഴും ഐഡിയ ഇല്ലെന്ന് തോന്നുന്നു. ഡോണ്ട് വറി, കുഴപ്പമൊന്നുമില്ല. സെറ്റാ. ഇനി ആരെങ്കിലും ഇടാൻ ബാക്കി ഉണ്ടെങ്കിൽ വേഗം വന്നിട്ടേ. പെട്ടെന്ന്. എല്ലാരും ഇട്ടോ? എല്ലാരും ഇട്ടില്ലേ? വാട്ട് ഹാപ്പൻ? ഇച്ചിരൂടെ ആൾക്കാർ ഇടാനുണ്ട്, വേഗം ആയിക്കോട്ടെ. ഐ എം വെയിറ്റിംഗ്. ഓക്കെ, സോ അപ്പൊ കുറെ പേര് ഇട്ടിട്ടുണ്ട്, കുറെ പേര് ഇനി ഇടാനുണ്ട് അല്ലേ? ഓക്കെ, എനിവേസ് കുഴപ്പമില്ല, നമുക്ക് പറയാം കേട്ടോ, ആൻസർ പറയാം. ആകെ 12 പേരെ ഇട്ടിട്ടുള്ളൂ. ഇത്രയും നേരം മിസ് പറഞ്ഞിട്ട് ആകെ 12 പേരാണോ ഇട്ടേ? അതെന്നെ പരിപാടി നിങ്ങൾ കാണിച്ച? ഇട്ടില്ലല്ലോ. Narga is the first one to say the right answer. Force by area. F into A ഒന്നും അല്ല. Force per unit area. Vamika is also saying the right answer. F by A ആണ് കേട്ടോ. ശ്രീരുദ്ര F by A ആണ്. See, only 3 of them have told the right answers. Very good. Nargya, then Srirudra and Vamika. Okay, so that is force. Force by area. Okay, or you can write F by A. So this is the equation to find pressure. അപ്പൊ ഫോഴ്സും ഏരിയയും അറിയാമെങ്കിൽ നമുക്ക് പ്രഷർ കണ്ടുപിടിക്കാം. അവന്തിക ആഹിലൊക്കെ ഇപ്പൊ ഇടുന്നുണ്ട്. സോ അന്ന് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പ്രഷർ? അതൊന്ന് കമന്റ് ഇട്ടേ. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പ്രഷർ? പ്രഷറിന്റെ യൂണിറ്റ് എന്താ? ഗീവർഗീസ് ഓർമ്മയില്ല. അതും ഒരു സയന്റിസ്റ്റിന്റെ പേരാട്ടോ. അവന്തിക്ക് അറിയാവോ? മുഖത്തെ ചിരിന്ന് മിസ്സിന് മനസ്സിലായി, എല്ലാം മനസ്സിലായി കേട്ടോ. ആർക്കറിയാമേ? ജസ്റ്റ് റേസ് ദ ഹാൻഡ്. റേറ്റൻ നോസ് ദ ആൻസർ. അടുത്ത റേറ്റനെ തന്നെ ആയിരുന്നു കേട്ടോ മിസ് വിളിക്കാനും വന്നേ. യെസ്, വെരി ഗുഡ്. ദാറ്റ് ഈസ് ദ നെയിം. അതും ഒരു സയന്റിസ്റ്റിന്റെ പേരാണ്, പാസ്കൽ. പാസ്കൽ. ലെറ്റർ ഏതാ? പി.
capital letter P, Pascal. So that is the unit for pressure. അപ്പൊ നമ്മൾ ഫോഴ്സിന്റെ യൂണിറ്റ് പഠിച്ചു, പ്രഷറിന്റെ യൂണിറ്റ് പഠിച്ചു. ശ്രീരുദ്ര, ഋതുലയ, ഇമ്മാനുവൽ, ഫാത്തിമ എല്ലാവരും കമന്റ് ബോക്സിൽ ഇട്ടു. വെരി ഗുഡ്, വെരി ഗുഡ്. So pressure is how force is distributed over an area. Same force applied to a smaller area creates higher pressure. ചെറിയൊരു ഏരിയയിൽ നമ്മൾ ആണ് നമ്മളുടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നെങ്കിൽ ഇവിടെ പ്രഷർ ഭയങ്കര കൂടുതലായിരിക്കും അല്ലെ. നമ്മൾ ഇന്നലെ പറഞ്ഞു, when area decreases, കാശിനാഥ്, when area decreases, pressure. കാശിനാഥ് ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ ഇന്ന്. പറഞ്ഞു എന്തോ? Pressure increases. When area increases, pressure increases. Pressure Decreases. decreases. Very good. So when area increases, pressure decreases. Okay. So that's it. ഇന്നലെ നമ്മൾ കുറെ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞായിരുന്നു അല്ലെ. നമ്മളുടെ കത്തി കൊണ്ട് നമുക്ക് പെട്ടെന്ന് സാധനങ്ങൾ മുറിക്കാം. വൈ ബിക്കോസ് നൈഫ് ഇസ് ഹാവിങ് എ ഷാർപ്പ് എഡ്ജ് അല്ലെ. ഷാർപ്പ് എഡ്ജ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. when area decreases, pressure increases. അനർഘ്യ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ഇമ്മാനുവൽ പറഞ്ഞിട്ടുണ്ട്, ശ്രീരുദ്ര, വാമിക, ഇവരൊക്കെ തന്നെ ഉള്ളു കേട്ടോ എപ്പോഴും കമന്റ് ഇടുന്നേ. വേറെ ആരും ഇല്ല. വാമിക ഉണ്ട്, ശ്രീരുദ്ര ഉണ്ട്, ഇമ്മാനുവൽ ഉണ്ട്, അനർഘ്യ, നയന. ഇപ്പൊ നയന ഉണ്ട്. ഓക്കെ, നയനക്ക് സന്തോഷല്ലേ മിസ് നയനയുടെ പേര് പറയുമ്പോ? നയന സെലിബ്രേറ്റ് ചെയ്യണം അവിടെ. അവന്തിക, ടീച്ചർ ഈ പാസ്കലിന്റെ ഡിനോട്ട് എടുത്തത് അതിന്റെ SI യൂണിറ്റ് അല്ലേ? പ്രഷറിന്റെ SI യൂണിറ്റ് അല്ലേ പാസ്കൽ? അത് ഡിനോട്ട് ചെയ്യുന്നത് PA വെച്ചിട്ടാണോ P വെച്ചിട്ടാണോ? P വെച്ചിട്ട്. സോ നമ്മള് ഷാർപ്പ് എഡ്ജ് ഓഫ് ദ നൈഫ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. പിന്നെ നമ്മൾ വേറൊരു എക്സാമ്പിൾ കണ്ടേതാ? നമുക്ക് സ്നോയിൽ കൂടെ നടക്കാനുള്ള പ്രത്യേക ഷൂസ് ഉണ്ട് അല്ലെ, സ്നോ ഷൂസ്. നമ്മൾ സാധാരണ ഉള്ള ഷൂ ഇട്ട് നമ്മൾ സ്നോയിൽ കൂടെ നടക്കുമ്പോൾ നമ്മള് കാല് താന്നു അല്ല, അവിടെ പ്രഷർ കൂടുതലാ. അപ്പൊ നമ്മള് താഴേക്ക് താന്നു. അപ്പൊ ഈ പ്രഷറിനെ കുറയ്ക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഷൂവിന്റെ ഏരിയ കുറച്ചുകൂടെ ഒന്ന് കൂട്ടുക. ഇച്ചിരി വലിപ്പമുള്ള ഇച്ചിരി വീതിയുള്ള ഷൂ യൂസ് ചെയ്യും. അങ്ങനെയുള്ള ഷൂ ആണ് ഏത്? നമ്മുടെ സ്നോ ഷൂ. ഓക്കെ, സ്നോ ഷൂ ഇസ് ഹാവിങ് എ ലാർജർ ഏരിയ. അപ്പൊ അവിടെ പ്രഷർ കുറയുമ്പോൾ പിന്നെ നമ്മൾ താന്നു പോവോ? ഇല്ല. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഒത്തിരി ഫോഴ്സിന്റെ കാര്യം നമ്മൾ കണ്ടു. ഗ്രാവിറ്റി, so it is acting towards the center of the earth. It is pulling down everything to down the center of the earth. Okay, അതുകൊണ്ടാണ് നമുക്ക് വെയിറ്റ് ഉള്ളത്. അതുകൊണ്ടാണ് സാധനങ്ങളൊക്കെ താഴേക്ക് വീഴും. ഇനി താഴേക്ക് വീഴുന്ന സാധനമൊക്കെ വെറുതെ വീഴാ അല്ല, നല്ല സ്പീഡിൽ, ഹൈ സ്പീഡിലാ. ഇങ്ങനെ ആദ്യം മേളിൽ നിന്ന് പോരുമ്പോ വലിയ സ്പീഡൊന്നുമില്ല, പക്ഷെ താഴേക്ക് വരും തോറും അതിന്റെ സ്പീഡ് ഇങ്ങനെ കൂടി വരും. എന്നിട്ട് താഴെ വന്ന് ഇടിക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ സ്പീഡിലായിരിക്കും താഴോട്ട് വന്ന് ഇടിച്ചു വീഴും. സോ ദാറ്റ് ഈസ് ഡ്യൂ ടു ആക്സിലറേഷൻ, ഡ്യൂ ടു ഗ്രാവിറ്റി കേട്ടോ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും. രണ്ടാമത് നമ്മൾ വേറൊരു ടൈപ്പ് ഓഫ് ഫോഴ്സ് പറഞ്ഞു, ദാറ്റ് ഈസ് ഫ്രിക്ഷൻ. സൗണ്ട് ലോയാ അനർഘ്യ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ ബുദ്ധിമുട്ടാണോ മിസ് പറയുന്നേ? കുഴപ്പമില്ല, മിസ്സിന് ഇത്ര സൗണ്ടേ ഉള്ളൂ കേട്ടോ. മിക്കവാറും ചിലപ്പോ കാറ്റ് മാത്രമേ ഉള്ളൂ, സൗണ്ട് ഇല്ല. ഇന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, സോ അപ്പൊ രണ്ടാമത് നമ്മൾ കണ്ടത് ഫ്രിക്ഷൻ. ഓക്കെ, ഫ്രിക്ഷൻ നമ്മൾ പറഞ്ഞു രണ്ട് സാധനങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരഞ്ഞ് ഇടിച്ചിടിച്ച് നിൽക്കുമ്പോ എന്ത് പറ്റും? അവിടെ ഒരു റെസിസ്റ്റിംഗ് ഫോഴ്സ് ഉണ്ട്. ഓക്കെ, ആ റെസിസ്റ്റിംഗ് ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്രിക്ഷൻ എന്ന് പറയും. ഓക്കെ, സോ റെസിസ്റ്റ് മോഷൻ ബിറ്റ്വീൻ സർഫസസ് ഇൻ കോണ്ടാക്ട്. ഈ ഫോഴ്സ് എങ്ങനെയാ? കോണ്ടാക്ട് ഉണ്ടെങ്കിൽ മാത്രമേ സെറ്റ് ആവത്തുള്ളൂ. ഈ സാധനങ്ങൾ ഇങ്ങനെ തൊട്ടിരിക്കണം. രണ്ട് സാധനം ഇങ്ങനെ തൊട്ടിരിക്കണം, അല്ലെങ്കിൽ അത് സെറ്റ് ആവില്ല. ഓക്കെ, അല്ലെങ്കിൽ അവിടെ ഫ്രിക്ഷൻ ആക്ട് ചെയ്യില്ല. ഇത് രണ്ടും ഇങ്ങനെ മുട്ടി ഇരുന്നാൽ മാത്രമേ അവിടെ എന്തുള്ളൂ? ഫ്രിക്ഷൻ ഉള്ളൂ. ഈ ഒരു ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്കൊക്കെ ഒരു ഗ്രിപ്പിന് പിടിച്ച് നടക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ പഴത്തൊലിയെ പിടിക്കുമ്പോഴത്തേക്ക് പഴത്തൊലിയെ തന്നെ അടിച്ച് നമ്മൾ സ്ലിപ്പായി പോയില്ലേ, അവിടെ നമുക്ക് ഗ്രിപ്പ് ഉണ്ടാവും.
ഇല്ല, ഒരു ഗ്രിപ്പും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ തെന്നെ അടിച്ചു പോകുന്നത് അല്ലേ. അപ്പോ അതുപോലെ വീണേനെ, നമുക്ക് നടക്കാൻ പറ്റത്തില്ലായിരുന്നു. ഈ ഗ്രിപ്പ് എന്ന് പറയുന്ന സാധനമേ ഇല്ലായിരുന്നു കേട്ടോ. ഗ്രിപ്പില്ലാതെ നമുക്ക് നടക്കാൻ പറ്റുമോ? എപ്പോഴും ഇങ്ങനെ തെന്നി 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 വീണുകൊണ്ടിരിക്കും, നമുക്ക് നടക്കാൻ പറ്റത്തില്ല. ഓക്കെ, സോ ബിക്കോസ് ഓഫ് ഫ്രിക്ഷൻ വി ക്യാൻ വാക്ക് വിതൗട്ട് സ്ലിപ്പിംഗ്. മാഗ്നറ്റിസം, ഇതിനെപ്പറ്റി മിസ് പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ തന്നെ തന്നെ രണ്ട് മാഗ്നറ്റ് ഒക്കെ എടുത്തിട്ട് കുറേ കാര്യങ്ങൾ ചെറുപ്പത്തിൽ തൊട്ടേ ചെയ്തിട്ടുള്ള അല്ലേ. മാഗ്നറ്റ് നേരെ പിടിക്കുന്നു, തിരിച്ചു പിടിക്കുന്നു, മറിച്ചു പിടിക്കുന്നു, അട്രാക്ട് ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് അതെങ്ങനെ അത് ചിലപ്പോൾ ഇങ്ങനെ അട്രാക്ട് ചെയ്യില്ല അല്ലെ, അത് തമ്മിൽ ഇങ്ങനെ അകന്നകന്ന് പോകാൻ നോക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മാക്സിമം ഫോഴ്സ് അതിനെ കൂട്ടി മുട്ടിക്കാമോ എന്ന് ഇങ്ങനെ നോക്കും, അല്ലെ തള്ളി തള്ളി നോക്കും, ആണോ? സോ ദാറ്റ്സ് വാട്ട് വി ഡു with the magnet. So we know that magnet have നിർഗയ ഇപ്പോഴേ മാഗ്നറ്റ് കാണിക്കുകയാണ് മിസ്സിനെ അല്ലേ. മറ്റേ കോയിൻ പോലത്തെ മാഗ്നറ്റ് ആണ്. വെരി ഗുഡ്. എല്ലാവരുടെ കയ്യിലുണ്ട് മാഗ്നറ്റ് ഒക്കെ അല്ലേ. നയനയുടെ കയ്യിലുണ്ട്. വേറെ ആരൊക്കെ കയ്യിലുണ്ട് മാഗ്നറ്റ്? ആഹിലിന്റെ കയ്യിൽ. ഇല്ല, വേറെ ആരുടെ കയ്യിലില്ല. കുറേ പേര് ക്യാമറ ഓഫ് ആട്ടോ. ശ്രീരുദ്ര ഒക്കെ നമ്മളെ ചാറ്റ് ബോക്സിൽ നല്ല ആക്റ്റീവ് ആണ്, പക്ഷെ കാണുന്നില്ല. ഇന്ന് മിസ് പറഞ്ഞില്ല, ഇന്ന് ലാസ്റ്റ് ഡേ എന്നെങ്കിലും എല്ലാരും ഒന്ന് ഉഷാറായിട്ട് ഇരിക്കട്ടോ. ഭൂമികയുടെ കയ്യിലുണ്ട്. ഓക്കെ, മാമികയുടെ കയ്യിലില്ല അല്ലെ, കുഴപ്പമില്ല, സാരില്ല കേട്ടോ. ശ്രീരുദ്ര, ബെൽസൺ, ആദിദേവ്, ഭൂമിക, നവദീപ്, അന്ന, ഷാസ്, പ്രകൃതി, കൃഷ്ണ, അദ്വൈത, ജെഫ്രിൻ, ക്യാമറ ഓൺ ആക്കിക്കേ. സോ അപ്പൊ നമ്മൾ മാഗ്നറ്റിസം കണ്ടു അല്ലേ. ശിവദേവ്? മാഡം, ഫ്രിക്ഷൻ ഇല്ലേ, നമ്മള് സ്ലിപ്പ് ആവുമ്പോ എന്താ അവിടെ ഫ്രിക്ഷൻ? സ്ലിപ്പ് ആവുമ്പോ നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തെ തെന്നിയിട്ടല്ലേ പോവാ. ഫ്രിക്ഷനെ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. ഇപ്പൊ ഒരു ഓയില് അല്ലെങ്കിൽ ഒരു ഗ്രീസ് അല്ലെങ്കിൽ ഒരു പഴത്തൊലി എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ തറയെ ചവിട്ടുമല്ല, അതിന്റെ മേളിലാണ് ഒരു ചവിട്ട് അല്ലേ. അത് സ്മൂത്ത് ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് അതിന് ഫ്രിക്ഷൻ കുറവാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ബോഡി അതെ പിടിച്ച് ഗ്രിപ്പായിട്ട് നിൽക്കാതെ തെന്നി എന്നുള്ളത് കേട്ടോ. ഓക്കെ മാം, താങ്ക് യു മാം. ഷാസിന് പ്രശ്നമുണ്ട്, ക്യാമറ ഇഷ്യൂ ഉണ്ട്. ഓക്കെ, ക്ലാസ് ടീച്ചറിനോടൊന്ന് പറയട്ടോ. അത് മിസ് എത്ര തവണ പറഞ്ഞു നോക്കുന്നുണ്ട്, എക്സാം ഉണ്ട് കേട്ടോ. സോ ഇത് നമ്മൾ ഓൾറെഡി കണ്ട കാര്യങ്ങളാണ് അല്ലേ. നമ്മളുടെ കട്ടിംഗ് ടൂൾ, നൈഫ് ഒക്കെ എങ്ങനെയാണ് ഷാർപ്പ് എഡ്ജ് ഉള്ളത്, എന്താണ് അതിന്റെ ഉപയോഗം, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ നമ്മുടെ സ്നോഷൂന്റെ കാര്യം പറഞ്ഞു. ഹൈഡ്രോളിക്കിന്റെ കാര്യം നിങ്ങൾക്ക് ഇപ്പൊ അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല കേട്ടോ. സോ ഇതിന്റെ ആൻസർ ഒക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞ, എല്ലാരും ഒന്ന് വേഗം വിട്ടേ. ദ ഫസ്റ്റ് വൺ, എ ഓർ ബി? ഫസ്റ്റ് വൺ, എ ഓർ ബി? ഇന്നലെ മിസ് ചോദിച്ച ഉത്തരം പറഞ്ഞാണ് പെട്ടെന്ന്. വെരി ഗുഡ്. ആഹിൽ, ശിവദേവ്, ഋതുലയ, കാശിനാഥ് 2 വിട്ടു, ഉദയ, അവന്തിക, നയന, സരൺ, ഇമ്മാനുവൽ, അനർഗയ, ഗീവർഗീസ്, ഫാത്തിമ, ശ്രീരുദ്ര, അമൻ, റൈറ്റൻ. ആദ്യത്തെ ആൻസർ ആണോ ഇട്ടത്? ആഹിൽ രണ്ടാമത്തെ ആൻസർ ഇട്ടു. ഓക്കെ, അന്ന ഓൾറെഡി ടീച്ചറിനോട് പറഞ്ഞല്ലേ. റൈറ്റൻ ഒന്ന് നോക്കിയേ, ആദ്യത്തെ ആൻസർ കറക്റ്റ് ആണോ? ഇമ്മാനുവൽ, അനർഗ എല്ലാവരും സെക്കൻഡ് വണ്ണും ഇട്ടു. ഓക്കെ, ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും എല്ലാം കറക്റ്റ് ആയിട്ട് എല്ലാവരും ഇടുന്നുണ്ട്. ദിയ, ശിവദേവ്, ശ്രീരുദ്ര എല്ലാവരും ഇട്ടു കേട്ടോ. സോ നമുക്കറിയാം ആദ്യത്തേൽ ഏതാ കറക്റ്റ് ആൻസർ? സി, ഇറ്റ് ഈസ് ബി. സോ സോറി, ഇറ്റ് ഈസ് എ. ഫസ്റ്റ് വൺ, എ ഇസ് ദ റൈറ്റ് ആൻസർ. നമ്മളൊരു സൂചി കൊണ്ട് കുത്തിപ്പിട്ടിക്കുക. ഇനി രണ്ടാമത്തേലോ? ബി ഇസ് ദ റൈറ്റ് ആൻസർ. സോ ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് ഓൾറെഡി യെസ്റ്റർഡേ. സോ അപ്പൊ ആർക്കും ഇതിന് കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാന്ന് മിസ്സിന് എല്ലാവരും കമന്റ് ബോക്സിൽ എല്ലാവരും ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ടത് എയർ ഇൻ മോഷൻ. സോ എയർ കുറേ ടൈപ്പ്, 3 ടൈപ്പ് എയർ നമ്മൾ പഠിച്ചു അല്ലേ. എയർ മൂവ് ചെയ്യുന്നതിന്റെ റീസൺ എന്നായിരുന്നു? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദ മൂവ്മെന്റ് ഓഫ് എയർ? 9.
What അത് is the reason behind? എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ ഇന്നലെ മിസ് ക്ലാസ് പറഞ്ഞേ? കുറച്ചായിട്ട് കുറച്ചായിട്ട് മറന്നു അല്ലേ? ആ ഓക്കെ, സാരില്ല. ഉദയ, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയോ? why the air is moving? എയർ എന്തുകൊണ്ട് മൂവ് ചെയ്യുന്നത് ഫ്രം വൺ പ്ലേസ് ടു അനദർ? Because air particles have space to move. സ്പേസ് ടു മൂവ്. അവർക്ക് സ്പേസ് ഉണ്ട്, അത് കറക്റ്റ് ആണ്. ബട്ട് അവര് മൂവ് ചെയ്യുന്നതിന്റെ റിസർച്ചിലൂടെ വേറെ സംഭവം. അമൽ, എയർ ഫ്രീ ആയി മൂവ് ചെയ്യും. എയർ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. സോ വൈ ദേ ആർ മൂവിങ്? സ്മോൾ മൈക്രോ ഓർഗാനിസംസ് ആയ കാരണം അധികം വെയിറ്റ് ഒന്നുമില്ല. ലൈറ്റ് പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് ഈസി ആയിട്ട് മൂവ് ചെയ്യാം അല്ലേ? Yes, ma'am. ഓക്കെ ഓക്കെ. Then let me ask വാമിക. വാമിക ഒന്ന് അഡ്രസ് ചെയ്തേ. Ma'am, Say the answer. pressure difference. Pressure difference. Yeah, very good. That is the reason behind that. Pressure difference. ഇപ്പോഴും എക്സാം ലൈവ് ആണോ? Yes. Okay, wait. Set ആക്കാം കേട്ടോ. Don't worry, can do that. So, we have told the answer now. ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ട് അല്ലേ? ഈ പ്രഷർ ഡിഫറൻസിന് അനുസരിച്ചാണ് നമ്മളുടെ എയർ ഇങ്ങനെ മൂവ് ചെയ്യുക. ജസ്റ്റ് വെയിറ്റ് എ സെക്കൻഡ്. ഓക്കെ, നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ആവാം.
സോ അപ്പൊ ഈ പ്രഷർ ഡിഫറൻസ് പോലെ ഇരിക്കും. ഈ പ്രഷർ ഡിഫറൻസ് കുഞ്ഞ് ഡിഫറൻസ് ആണെങ്കിൽ കാറ്റിങ്ങനെ പയ്യെ മൂവും അല്ലെ, ഒരു ജെന്റിൽ ബ്രീസ്. സോ ഇഫ് ദ പ്രഷർ ഈസ് സ്മോൾ, പ്രഷർ ഡിഫറൻസ് ഈസ് സ്മോൾ, പ്രഷർ സ്മോൾ ആണെന്നല്ല, സി ദ പ്രഷർ ഡിഫറൻസ് ഈസ് സ്മോൾ, ഇറ്റ് വിൽ കോസ് എ ജെന്റിൽ എയർ മൂവ്മെന്റ്. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് ജെന്റിൽ ബ്രീസ്. ഇനി ഇച്ചിരൂടെ ഒക്കെ നല്ല ഡിഫറൻസ് ഉണ്ട് എങ്കിൽ അവിടെ കുറച്ചുകൂടെ നല്ല ഹൈ സ്പീഡിൽ വിൻഡ് മൂവ് ആവും. ദാറ്റ് ഈസ് നോൺ ആസ് സ്ട്രോങ്. ഓക്കെ, സോ ലാർജർ പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് സ്ട്രോങ്ങർ വിൻഡ്. ഇനി നല്ല എക്സ്ട്രീം പ്രഷർ ഡിഫറൻസ് ആണെങ്കിലോ, മാക്സിമം അങ്ങ് അറ്റമാണെങ്കിലോ, സി ദാറ്റ് വിൽ കോസ് സൈക്ലോൺസ്, പവർഫുൾ സൈക്ലോൺസ്. സോ എക്സ്ട്രീം പ്രഷർ ഡിഫറൻസ് ലീഡ് ടു ഡേഞ്ചറസ് വെതർ ഇവന്റ്സ്. ഈ 3 ടൈപ്പ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. ദെൻ വെതർ ഫിനോമിന, വെതർ കണ്ടീഷൻസിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, പ്രഷർ ഡിഫറൻസിന്റെ കാര്യം പറഞ്ഞു. സോ ഹൈ പ്രഷർ ആണെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും, നല്ല ക്ലിയർ ആൻഡ് സണ്ണി വെതർ ആയിരിക്കും. ലോ പ്രഷർ ആണെങ്കിൽ കുറച്ച് ക്ലൗഡി, മൂടിയൊക്കെ കിടക്കുന്നു, മഴയൊക്കെ പെയ്യാൻ നിൽക്കുന്ന പോലെ അല്ലേ. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, ഗ്രേറ്റർ പ്രഷർ ഡിഫറൻസ് ഇറ്റ് വിൽ ക്രിയേറ്റ് സ്ട്രോങ്ങർ വിൻഡ്. ദെൻ ദർ ഈസ്, നമുക്ക് അറിയത്തില്ലാത്ത, നമുക്ക് ഫീൽ ചെയ്യാത്ത വേറൊരാളും കൂടെ ഉണ്ട്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. മലയാളത്തിൽ നമ്മൾ അന്തരീക്ഷ മർദ്ദം എന്നൊക്കെ പറഞ്ഞു, അന്തരീക്ഷ മർദ്ദം. സോ അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഒന്നും പ്രത്യക്ഷത്തിൽ കാണില്ല, പക്ഷെ വി ക്യാൻ ഫീൽ ദാറ്റ്. കുറച്ച് എക്സ്പെരിമെന്റ്സ് ഒക്കെ അല്ലെങ്കിൽ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എയർ പ്രഷർ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യുന്ന സിമ്പിൾ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. സോ ജസ്റ്റ് നോ ദാറ്റ് ദർ ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, ക്ലൈമാറ്റിക് ചേഞ്ചസ് ഒക്കെ കാരണം നമ്മൾ പറഞ്ഞു നമ്മളുടെ ഡെയിലി ലൈഫും റൊട്ടീൻസും ഒക്കെ എഫക്റ്റഡ് ആവും, അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് എഫക്റ്റഡ് ആവും, കമ്മ്യൂണിറ്റിക്ക് ഒരു സേഫ്റ്റി, ഒരു സുരക്ഷിതത്വം പോലും ഇല്ലാതായി. എർത്തില് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റംസ് ഉണ്ട്. വൺ ഈസ് ഫോറസ്റ്റ്, ഓഷ്യൻസ് ആൻഡ് ഗ്രാസ്ലാൻഡ്. ഇതെന്താന്ന് പ്രത്യേകിച്ച് മിസ് പറയേണ്ട കാര്യമില്ല അല്ലെ. ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഫോറസ്റ്റ്, വെള്ളത്തിനെ നല്ല പ്യൂരിറ്റി ആക്കി മാറ്റും അല്ലെ ഫോറസ്റ്റ്. ടെമ്പറേച്ചർ, ക്ലൈമറ്റിനൊക്കെ റെഗുലേറ്റ് ചെയ്യും. ഓഷ്യൻ ആണെങ്കിലോ, ഓഷ്യൻ 70% ഓഷ്യൻ. ഓക്കെ, മറൈൻ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നു, കാർബൺ ഡയോക്സൈഡ് ഇറ്റ് അബ്സോർബ്സ് ആൻഡ് ഇറ്റ് ഓൾസോ ഇൻഫ്ലുവൻസ് ദ വെതർ പാറ്റേൺ. ഗ്രാസ്ലാൻഡ് എന്താ, സി വാസ്റ്റ്, ഇങ്ങനെ പച്ച പരവതാനി വിളിച്ച പോലെ കുറേ സ്പേസ് കിടക്കുകയാണ് അല്ലെ, പുൽമൈതാനം പോലെ. ദാറ്റ് ഈസ് ഗ്രാസ്ലാൻഡ്. അത് നമുക്ക് ആനിമൽ ഗ്രേസിങ്ങിനൊക്കെ യൂസ് ചെയ്യാം. സ്പെഷ്യലൈസ്ഡ് പ്ലാന്റ്സ് അഡാപ്റ്റഡ് ടു സീസണൽ ചേഞ്ച് അനുസരിച്ച് നമുക്ക് ഡിഫറെന്റ് പ്ലാന്റ്സ് ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, സോ എർത്ത് ലിവിംഗ് നെറ്റ്വർക്ക്സ്, ഇൻസെക്ട്, കുഞ്ഞ് ഇൻസെക്ട് തൊട്ട് വലിയ ലാർജ് വെയിൽസ് വരെ. ഓക്കെ, ഇനി അത് ആനിമൽസ് അല്ലെങ്കിൽ ആനിമൽ ലൈഫ് അങ്ങനെയാണ്. ഇനി പ്ലാന്റ്സിലേക്ക് വന്നാലോ, കുഞ്ഞു പുല്ല് തൊട്ട് വലിയ ട്രീസ് വരെ നമുക്ക് കാണാൻ പറ്റും. So all these forms are interconnected ecosystem that support life on our earth. ഇനി എർത്ത് ലൈഫിന് ഏറ്റവും കറക്റ്റ്, ഏറ്റവും just right ആണ് നമ്മളുടെ എർത്ത്. Why we say that? Why the life is only present in earth, or why earth is just right for life? In the reason, see, there is a perfect balance for earth. ഒരു കറക്റ്റ് ഡിസ്റ്റൻസിലാണ്. ഓക്കെ, സണ്ണിൽ നിന്ന് ഒരു കറക്റ്റ് ഡിസ്റ്റൻസിലാണ് നമ്മുടെ എർത്ത്. ഒത്തിരി അടുത്തുമല്ല എന്നാൽ ഒത്തിരി അകലെയല്ല. ഒത്തിരി അടുത്താണ് നമുക്ക് ഭയങ്കര ചൂടായനെ, ചുട്ടുപൊളുന്ന ഫീൽ ആയനെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, നമ്മളൊക്കെ കരിഞ്ഞു പോകും. ഒന്നോർത്ത് നോക്ക്, സൂര്യനോട് ഏറ്റവും അടുത്താണ് നമ്മളൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകുന്നത്, ജീവിക്കാൻ പറ്റത്തില്ല. വെള്ളം എക്സിസ്റ്റ് ചെയ്യില്ല, ചുമ്മാ ആവിയാ, മൊത്തം ആവിയായിരിക്കും കേട്ടോ. ഹൈ ടെമ്പറേച്ചറിൽ വെള്ളം വേപ്പർ ആവില്ലേ. സോ അപ്പൊ നമുക്ക് കുടിക്കാൻ വെള്ളം ഒന്നും കാണും. ഇനി ഒത്തിരി അകന്നാണെങ്കിലോ, അകന്നാണെങ്കിൽ ഇങ്ങനെ തണുത്ത് ഐസ് കട്ട പോലെ ഇരുന്നേനെ നമ്മള് കേട്ടോ. അവിടെ വെള്ളം ഉണ്ടോ, അവിടെയും വെള്ളമില്ല, മൊത്തം ഐസ് കട്ടയായിട്ട് ഇരിക്കുന്നത്. പിന്നെ ഇതെടുത്ത് നമുക്ക് കുടിക്കാൻ പറ്റും. അപ്പൊ എർത്ത് എന്ന് പറഞ്ഞാല് ഒത്തിരി അടുത്തുമല്ല അകലെയല്ല, ഇറ്റ് ഈസ് ഇൻ ദ റൈറ്റ് പൊസിഷൻ. ഓക്കെ, അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ഓക്സിജൻ, വി ബ്രീത്ത്, ഓക്സിജൻ ഉണ്ട്, വെള്ളമുണ്ട്, പ്രൊട്ടക്ഷൻ ഫ്രം ഹാർംഫുൾ UV റേസ്. ഓസോൺ ലെയർ ഉണ്ട് അല്ലെ. ഓസോൺ ലെയർ നമ്മുടെ സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് റേസിനൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ ഡെലിക്കേറ്റ് ബാലൻസ് ഓഫ് കണ്ടീഷൻ സപ്പോർട്ട് ബയോഡൈവേഴ്സിറ്റി. ഇങ്ങനെ എല്ലാം കൂടെ ഒരു ബാലൻസിലായതുകൊണ്ട് നമുക്ക് ഒരു ഇമ്മേഴ്സ് വെറൈറ്റി ഓഫ് ലിവിങ് ഓർഗാനിസത്തെ നമുക്ക് എവിടെ കാണാം, എർത്തിൽ കാണാം.
അപ്പൊ ഇത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാൽ നിങ്ങൾ ഇതാ ഈ 3 പോയിന്റ്സ് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ. വേൾഡ് ഓഫ് മൈക്രോബ്സ് പറഞ്ഞു, ബെനിഫിഷ്യൽ ബാക്ടീരിയ ഉണ്ട്, മെഡിസിനൽ യൂസിനുള്ള മൈക്രോബ്സ് ഉണ്ട്, എന്നാൽ അപകടകാരികളായിട്ടുള്ള പാതോജൻസും അല്ലെ മൈക്രോബ്സും. നമ്മളുടെ ഫുഡൊക്കെ ദഹിക്കണമെങ്കിൽ വയറ്റിൽ ബാക്ടീരിയ വേണം അല്ലെ, ബാക്ടീരിയ ഇസ് ആക്ടിങ് അപ്പോൺ ദാറ്റ്, സോ ദാറ്റ് ഇസ് ബെനിഫിഷ്യൽ ബാക്ടീരിയ. ഇനി ആന്റിബയോട്ടിക്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബാക്ടീരിയ വേണം, ഫംഗസ് ഒക്കെ വേണം. ഓക്കെ, സോ ദാറ്റ് ഇസ് ഫോർ മെഡിസിനൽ പർപ്പസ്, അത് നല്ലത്, ഉപകാരം. there are some other kind. ഉപദ്രവത്തിന് വേണ്ടി മാത്രം നടക്കുന്ന കുറെ ബാക്ടീരിയാസ് ഉണ്ട്, കുറെ വൈറസ് ഉണ്ട് അല്ലെ, കൊറോണ വൈറസ്, H1N1 വൈറസ് അല്ലെ, നിപ്പ വൈറസ്, കുറെ വൈറസ് ഉണ്ട്. സോ ദേ ആർ ഹാർംഫുൾ. അൻവിത, Ma'am, can you show me the previous page one more time? this one. No, this one. That. Yeah, this one. Just click a screenshot, okay? That ecosystem. Ecosystem എന്താ? So ecosystem is a geographic area where plants, animals, and other organisms as well as weather and landscape work together to form a bubble of life. ഇതെല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് നമ്മളുടെ ecosystem. Okay, so we have plants, animals, other organism, weather condition, landscape, mountain, forest, desert, all these together form ecosystem. So in that we have biotic and abiotic components. ജീവൻ ഉള്ളതുകൊണ്ട് ജീവൻ ഇല്ലാത്തതുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെയൊക്കെയാണ് നമ്മളെ ബാധിച്ചിരിക്കുന്നത്? ചൂട് കണ്ടമാനം കൂടുക, റൈസിങ് ഗ്ലോബൽ ടെമ്പറേച്ചർ. ചൂട് കൂടുമ്പോഴത്തേക്കും മഞ്ഞുകട്ടയൊക്കെ അങ്ങോട്ട് ഉരുകാൻ തുടങ്ങും അല്ലെ. സോ മെൽറ്റിംഗ് ഐസ് ക്യാപ്സ്, അന്റാർട്ടിക്കയിലും ഹിമാലയത്തിലൊക്കെ മൗണ്ടൈൻസ് ഉരുക. ഇൻക്രീസിങ് ഫ്രീക്വൻസി ഓഫ് എക്സ്ട്രീം വെതർ, മഴയാണെ നല്ല മഴ, എക്സ്ട്രീം. ചൂടാണെങ്കിലും അതിനപ്പുറത്തെ ചൂട് അല്ലെ, അതും എക്സ്ട്രീം. റൈസിങ് സീ ലെവൽ ത്രെട്ടൻ കോസ്റ്റൽ ഏരിയാസ്. അപ്പൊ മഞ്ഞെല്ലാം കൂടെ ഉരുകി വെള്ളം എല്ലാം കൂടെ കടലിൽ ചെല്ലും. അപ്പൊ കടൽ എന്ത് ചെയ്യും? കടല് പയ്യെ പൊങ്ങിത്തുടങ്ങും. സോ അത് കോസ്റ്റൽ ഏരിയാസിന് ഡേഞ്ചറസ് ആണ്. എന്താ പ്രശ്നം? നമ്മൾ തന്നെയാ പ്രശ്നം, നമ്മുടെ കയ്യിലിരിപ്പാണ് അല്ലെ. ദാറ്റ് ഇസ് സം ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആർ കോസിങ് ദിസ് ചേഞ്ചസ്. ഓക്കെ, അതാണ് ക്ലൈമറ്റിന്റെ എല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി മറിച്ച് കളിച്ചോണ്ടിരുന്നത്. പക്ഷെ നമ്മൾ അതിന്റെ സൊല്യൂഷനും കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ നമുക്ക് നല്ല ബുദ്ധിയുണ്ട് അല്ലേ. സോ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് and we can use science there to understand these changes and we can guide our actions according to that. Aman? മാം, എയർ മോഷൻ ഒന്ന് ഒരു പ്രാവശ്യം കൂടി ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഏതാ എയർ മോഷൻ? എയർ മോഷൻ ആദ്യത്തേതായിരുന്നല്ലോ. ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു കഴിയുമ്പോ മിസ് കാണിക്കാം കേട്ടോ. അല്ല, ഒരു സ്ക്രീൻഷോട്ട് എടുക്കാനാണ്. കഴിഞ്ഞു. അനർഘ്യ, മാം, മറ്റേ സ്ലൈഡ് കാട്ടി തരാ ക്ലൈമറ്റ് ചേഞ്ചിന്റെ. ക്ലൈമറ്റ് ചേഞ്ചിന്റെ എഴുതിക്കൊണ്ടിരിക്കുന്നു, ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ. ഷാസ്, പെട്ടെന്ന് പോയിട്ട് വാട്ടോ. ഓക്കെ. ഇമാനുവൽ ഓക്കെ അല്ലേ? സോ ഏതായിരുന്നു ഇപ്പൊ നമ്മളുടെ അനർഘ്യ പറഞ്ഞത്? ക്ലൈമറ്റ് ചേഞ്ചിന്റെ അതല്ല, ഇതാണ് ഉദ്ദേശിച്ചത്. അല്ല അതല്ല. ഞാൻ കണ്ടില്ല. കണ്ടില്ല? ഇല്ല, ഞാൻ പെട്ടെന്ന് ഡിസ്കണക്ട് ആയി പോയി. ഇതല്ല, ഇതന്നെ.
Aman, just wait. ഓക്കെ എടുത്തു മാം. Aman കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. സോ നമ്മൾ സയന്റിഫിക് മെത്തേഡ് യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലേ. എന്താ നമ്മൾ യൂസ് ചെയ്യുന്ന സയന്റിഫിക് മെത്തേഡിലെ സൊല്യൂഷൻ? സി യു ക്യാൻ യൂസ് റിന്യൂവബിൾ എനർജി സോഴ്സ്. അതാണ് നമ്മുടെ ഫസ്റ്റ് ടെക്നിക്. സോളാർ വിൻഡ് ഒക്കെ പോലത്തെ എനർജി റിസോഴ്സ് യൂസ് ചെയ്യുക. അപ്പം പൊല്യൂഷൻ ഒക്കെ കുറവായിരിക്കും. കൺസർവേഷൻ എഫേർട്ട്, നമ്മൾ തന്നെ എഫേർട്ട് ഇട്ട് ഫോറസ്റ്റിനെ, ഓഷ്യനെ, എക്കോസിസ്റ്റത്തിനെ ഒക്കെ കൺസേർവ് ചെയ്യണം. സോ ദാറ്റ് ഇറ്റ് വിൽ അബ്സോർബ് കാർബൺ ഡയോക്സൈഡ്. സസ്റ്റൈനബിൾ പ്രാക്ടീസസ്, നമ്മളിപ്പോ ഫുഡ് ഉണ്ടാക്കുന്ന രീതി അല്ലെ, വണ്ടി ഓടിക്കുന്ന രീതി, വെഹിക്കിൾ റൺ ചെയ്യുന്ന രീതി, ട്രാൻസ്പോർട്ടേഷന്റെ സ്റ്റൈല് അല്ലെ, ബിൽഡിങ്സ് എങ്ങനെയാണ് ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്നത്, ഇതിനെല്ലാം ഒന്ന് മാറ്റണം. നമ്മുടെ ലിവിങ് സ്റ്റൈൽ മൊത്തത്തിൽ ഒന്ന് മാറ്റണം അല്ലേ. സോ ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ടു ഡു. സോ വി ക്യാൻ മൂവ് വിത്ത് ദ വർക്ക്ഔട്ട് സെക്ഷൻ നൗ. മിസ് പേര് വിളിക്കുന്നവര് വേഗം വേഗം ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ. യാ, അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. Pressure is defined as ഇതിലേതാ മിസ് ആദ്യം പറഞ്ഞു ഇന്നത്തെ സെഷനിൽ? force into area. ഫോഴ്സ് ഇൻടു ഏരിയ അല്ലല്ലോ. അവനിക മാം ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ, ദാറ്റ് ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ, യാ, കറക്റ്റ് ആണല്ലേ. നമ്മളിപ്പോ കുറച്ചു മുമ്പ് പറഞ്ഞല്ലേ ഉള്ളൂ, ഫോഴ്സ് ബൈ ഏരിയ ആണ് കേട്ടോ. സോ ഇക്വേഷൻ എല്ലാരും ഒന്ന് ഓർത്ത് വെക്കുക, ഫോഴ്സ് ബൈ ഏരിയ. വാട്ട് ഈസ് ഫോഴ്സ്? അദ്വൈത, വാട്ട് ഈസ് ഫോഴ്സ്? Force. It increase pressure. നോ, വാട്ട് ഈസ് ഫോഴ്സ്? ഫോഴ്സിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. ഫോഴ്സ് എന്ന് പറഞ്ഞ എന്നാ മിസ് പറഞ്ഞായിരുന്നു? Force. ആ മാം ഇത് ഓപ്ഷൻസ് ആയിട്ടാണോ? ഇല്ലില്ല, അത് ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ ഇല്ല. ആ. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അമ്മ. അദ്വൈത, ആർ യു ഓക്കെ ടു അൺമ്യൂട്ട്? Force. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഐഡിയ ഉണ്ട്, സെന്റൻസ് അങ്ങനെ കിട്ടുന്നില്ല. അറിയാവുന്ന പോലെ പറഞ്ഞു, കുഴപ്പമില്ല. ഫോഴ്സ് മറ്റേ മറന്നു പോയെന്ന് തോന്നുന്നു, ആണോ? ഫോഴ്സ് എന്താ സംഭവം കിട്ടുന്നുണ്ട്, ബട്ട് പറയാൻ അങ്ങനെ സെന്റൻസ് ആയിട്ട് കിട്ടുന്നില്ല. സെന്റൻസ് ആയിട്ട് പറയാൻ മനസ്സിൽ ഐഡിയ ഉണ്ട്, പക്ഷെ പറ്റുന്നില്ല അല്ലേ. ഗീവർഗീസ്? Forces push or pull. ഫോഴ്സസ് പുഷ് ഓർ പുൾ, അത്രയും പറഞ്ഞാൽ മതി കേട്ടോ. ഒന്നെങ്കിൽ ഉന്തുക അല്ലെങ്കിൽ ഒന്ന് വലിക്കുക എന്ന് പറഞ്ഞാൽ എന്തായി? നമ്മളുടെ ഫോഴ്സ് ആയി. ദാറ്റ് ഈസ് റൈറ്റ് ആൻസർ. സോ യു ക്യാൻ റൈറ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ. ആഹിൽ, see, why do school bags have broad straps? Is there any reason behind that? To reduce pressure on shoulders. So അപ്പൊ ബ്രോഡ് ആയിട്ടുള്ള സ്ട്രാപ്പ് വെച്ച് എങ്ങനെയായിരിക്കും പ്രഷർ കുറയുക? സോ ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദാറ്റ്. ഐ വിൽ ആസ്ക് ടു അനദർ. ഓക്കെ, അത്രയും പറഞ്ഞില്ല. അപ്പൊ എങ്ങനെയാണ് ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരെണ്ണം യൂസ് ചെയ്താല് നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും?
Let me ask to another. ആഹിലിനോട് തന്നെ ചോദിക്കുന്നതാണ് ആഹിൽ പറയുന്നത് അല്ലെ? ഋതുലയാ, ആഹിൽ പറഞ്ഞ ആൻസർ കറക്റ്റാ. ഋതുലേക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ പറയാം. സി അതേഴ്സ് ക്യാൻ പുട്ട് ഇൻ ദ കമന്റ് ബോക്സ്. ഓക്കെ, അതേഴ്സ് ക്യാൻ ടൈപ്പ് ഇൻ ദ കമന്റ് ബോക്സ്. ഋതുലയ അൺമ്യൂട്ട് ആണ്, സംസാരിച്ചോ. അതിലെ വെയിറ്റ് ഫുള്ള് ബ്രോഡ് ആയിട്ടുള്ളത് യൂസ് ചെയ്യുമ്പോൾ പ്രഷർ കുറയും എന്നാണ് നമ്മുടെ ആഹില് പറഞ്ഞത്. എന്താ ഇതിനകത്ത് സംഭവം? വാട്ട് ഈസ് ദ റീസൺ? അതിനകത്ത് ഒരു ടെക്നിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല അല്ലേ? ഓക്കെ, അൻവിത എസ് പ്രമോദ്. ആ, എന്തായിരിക്കും അതിന്റെ പുറകിലത്തെ കാര്യം? ആഹില് അല്ല, ഓപ്ഷനും ആൻസറും ഒക്കെ പറഞ്ഞു. റീസൺ മിസ് ചോദിച്ചേ. സി ടു റെഡ്യൂസ് എയർ പ്രഷർ, ടു റെഡ്യൂസ് പ്രഷർ ഓൺ ഷോൾഡർ. ആഹിൽ ആൻസർ ഒക്കെ പറഞ്ഞു, പക്ഷെ അതിന്റെ റീസൺ എന്താന്ന് പറയാം. അൻവിത ക്യാമറ ഓഫ് ആക്കിയോ? അൻവിതേ, റീസൺ അറിയാവോ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വന്നേ? അത് വെയിറ്റ് കുറക്കാൻ വേണ്ടിട്ടാണോ ബാക്ക്? അതെ, ഇച്ചിരി വീതിയുള്ള സ്ട്രാപ്പ് ആണെങ്കിൽ എങ്ങനെയാ വെയിറ്റ് കുറയാ? അതാ മിസ് ചോദിച്ചത്. എന്താ അതിന്റെ കാരണം? എന്നാ വീതിയുള്ള സ്ട്രാപ്പ് വെക്കുമ്പോ പ്രഷർ കുറയുന്നു, വെയിറ്റ് കുറയുന്നു. അതെങ്ങനെ? നമ്മൾ അതിന്റെ കാരണമൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഷാർപ്പ് എഡ്ജുള്ള കത്തി വെക്കുമ്പോ ഈസി ആയിട്ട് നമുക്ക് മുറിക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? അതുപോലെ പ്രഷറിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് അവന്തിക. അവന്തിക അവന്തിക ഒന്ന് ക്യാമറ ഓൺ ആക്കണേ. എന്റെ റീസൺ ആഹിൽ തന്നെ പറയാ. ആഹിൽ കൈവെക്കുന്ന ആൻസർ പറയാനാണ്. എന്നോട് തന്നെ ചോദിക്കും മിസ്സേ, എന്നോട് തന്നെ ചോദിക്കും മിസ്സേ എന്ന് കുറെ നേരമായിട്ട് ആഹിൽ പറയുന്നുണ്ട്. അവന്തിക, അവന്തിക ഉണ്ട് അവിടെ? ആളെ വിളിച്ചിട്ട് അനക്കമില്ലല്ലോ. ആഹിൽ കിടന്ന് കരയാണ്, വിഷമിക്കാണ് പാവം. ഓക്കെ, ആഹിൽ പറ. When area increases, pressure decreases. That is the അത്രേ reason. ഉള്ളൂ. വെരി ഗുഡ്. ദാറ്റ് ഈസ് ദ റീസൺ. എക്സാക്ട്ലി ദ റൈറ്റ് ആൻസർ. സി when the area increases, pressure will decrease. കേട്ടോ? അപ്പൊ വീതി കുറഞ്ഞ ഒരു സ്ട്രാപ്പ് ആണോ വീതിയുള്ള ഒരു സ്ട്രാപ്പ് ആണോ? ഏതിനാ ഏരിയ കൂടുതല്? നല്ല വീതിയുള്ള സ്ട്രാപ്പിനാ ഏരിയ കൂടുതൽ അല്ലെ? അപ്പൊ ഏരിയ കൂടുമ്പോ പ്രഷർ കുറയും. അപ്പൊ നിങ്ങൾക്ക് അത്ര വെയിറ്റ് ഫീൽ ചെയ്യില്ല, സുഖമായിരിക്കും ഇട്ടോണ്ട് പോവാൻ. ഓക്കെ, ദാറ്റ് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്. Okay, the next one. Which of the following exerts highest pressure? Right hand. Pressure കൂടുതൽ Yes, miss. ഇതിലേത്? ഫോർത്ത് വണ്ണിന്റെ ആൻസർ. When a person is standing on 2 feet. 2 feet ആണോ? ഓക്കെ, 1 2 feet എന്നാണ് നമ്മളുടെ. യെസ്, സി റൈറ്റ്, ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. 1 feet ആണ് കറക്റ്റ്. ഓക്കെ, സോ ഇനി അതിന്റെ റീസൺ സരൺ അതിന്റെ റീസൺ. യെസ് മാം. Can you say the reason for that? മിസ് എല്ലാത്തിന്റെ റീസൺ ഒക്കെ ചോദിക്കും കേട്ടോ. അത് ഏരിയ കുറഞ്ഞപ്പോ പ്രഷർ കൂടി. സി 1 ഫൂട്ടിൽ നിൽക്കുമ്പോൾ ഏരിയ കുറവാണ്, അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ പ്രഷർ കൂടുതലായിരിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. കറക്റ്റ് ആയിട്ട് തന്നെ സാധനം. Then which exerts more pressure, a sharp knife or a blunt knife? ഷാർപ്പ് നൈഫ് ആണോ ബ്ലെൻഡ് നൈഫ് ആണോ
കൂടുതൽ പ്രഷർ. ശിവദേവ് മാഡം ഷാർപ്പ് നൈഫ്. ഷാർപ്പ്. വെരി ഗുഡ്, ദാറ്റ് ആൻസർ ഇസ് കറക്റ്റ്. ദെൻ റീസൺ. നയന പറ റീസൺ. See, what is the reason for the fifth one? നമ്മളുടെ ശിവദേവ് പറഞ്ഞു ഷാർപ്പ് നൈഫ് ആണ് കൂടുതൽ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാ? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്, നയന? ഷാർപ്പായെങ്കിൽ ഒരു പേപ്പർ ജസ്റ്റ് കത്തിരി ജസ്റ്റ് സ്ലൈസ് ആക്കുമ്പോ അത് പെട്ടെന്ന് കീറും. ബ്ലഡ് ആകുമ്പോ കീറാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ടായിരിക്കും ബ്ലെൻഡ് കൊണ്ട് കീറാൻ പറ്റാത്ത? അത് ഷാർപ്പ് അല്ലാതുണ്ട്. അത് ഷാർപ്പ് അല്ലാത്തതുകൊണ്ട്. മിസ് എന്നെ ചോദിക്കുന്നത് ഷാർപ്പ് അല്ലാത്തതുകൊണ്ടല്ലേ? ഓക്കെ, ഇമ്മാനുവൽ. Yes, miss. ആ പറഞ്ഞു. Can you repeat the എന്തായിരിക്കും? question? See, why the sharp knife is exerting more pressure than a blunt knife? So what's the meaning of blunt? ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ ഷാർപ്പ് അല്ലാതെ. ഷാർപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂർത്തിരിക്കും. ബ്ലെൻഡ് നൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂർത്തിരിക്കുമല്ലോ, അത് ഇങ്ങനെ. Because they have more sharpness than a blunt knife. ഷാർപ്പ് ആയതുകൊണ്ടാണ്. ഇത് ഷാർപ്പ് ആക്കി വെച്ചേക്കുന്നതിന് റീസൺ ഉണ്ട്. ഷാർപ്പ് ആക്കി വെക്കുമ്പോ പ്രഷർ കൂടും. Pressure. വൈ? ആ Because they are made up of like that. അങ്ങനെയാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഉദയ. ആരാണ് കറക്റ്റ് ആൻസർ പറയുന്നത്? മിസ് നോക്കട്ടെ. ഉദയശ്രീ, Yes, teacher. റീസൺ പറ. Why sharp knife is exerting more pressure than a blunt knife? Can you say the reason behind that? Teacher, question ഒന്നുകൂടെ പറയോ? See, ഒരു ഷാർപ്പ് ആയിട്ടുള്ള നൈഫിനെക്കാട്ടിലും കൂടുതൽ പ്രഷർ, ഒരു ബ്ലെൻഡ് ആയിട്ടുള്ള നൈഫ്, അതായത് ഇങ്ങനെ വീതി കൂടി ഇരിക്കുന്ന നൈഫിനെക്കാട്ടിലും കൂടുതൽ പ്രഷർ ആയിരിക്കും ഷാർപ്പ് നൈഫ്. എന്തുകൊണ്ട്? മലയാളത്തിൽ പറയാവോ? ആ അതിന് മൂർച്ച കൂടുതലുണ്ട്. മൂർച്ച കൂടുതലുണ്ട്. എല്ലാരും ഇതാണല്ലേ? അതും ഞാൻ പറയാം. ഇമ്മാനുവൽ. ഓക്കെ, എന്നാ ഇമ്മാനുവലിന് ഒരു ചാൻസും കൂടെ മിസ് കൊടുക്കാം. ടീച്ചർ 1 minute. Miss, can I? അതിന് വീതി കൂടുതലുള്ളതുകൊണ്ട് അതിന്റെ Because പ്രഷർ they have small area at the edge. ഓക്കെ, സോ നൗ ഇപ്പൊ രണ്ടുപേരും അൺമ്യൂട്ട് ചെയ്തു. ആരാ? ഉദയ. ഓക്കെ, ഉദയ ആൻസർ പറഞ്ഞു. ഇമ്മാനുവൽ പറഞ്ഞു. Because a sharp knife has a very small area at the edge. So for the same force, it creates much higher pressure and can cut easily. ഓക്കെ, സോ ഇപ്പൊ എവിടെ നിന്ന് ഉത്തരം കിട്ടിയതാ? This is because that I go to kitchen and look. ഇതിനിടയ്ക്ക് അടുക്കളയിൽ പോയി നോക്കിയോ? Yes, miss. Okay, so that is right. See, when the area is decreasing, the pressure will increase. Okay, area decrease ആവുമ്പോ pressure increase ആവും. സെയിം ഫോഴ്സ് ആണെങ്കിലും ഒരു ചെറിയ ഏരിയ ആയതുകൊണ്ടാണ് അവിടെ പ്രഷർ കൂടാൻ കാരണം കേട്ടോ. അത് ഡൗട്ട് ആണല്ലേ? മാം, പ്രഷർ ബ്ലണ്ട് ലൈഫിനല്ലേ? നമ്മള് ബ്ലണ്ട് ലൈഫിന് കുറച്ചുകൂടി എക്സ്ട്രാ പ്രഷർ കൊടുക്കൂലേ? എക്സ്ട്രാ പ്രഷർ കൊടുക്കും, പക്ഷെ അതുകൊണ്ട് ഒരു സാധനത്തെ മുറിക്കാൻ പറ്റുമോ? നമ്മൾ എത്ര ബലം പിടിച്ചാലും മുറിക്കാൻ പറ്റുമോ? നമ്മൾ കുറേ ബലം പിടിച്ചാലും അത്രേ പ്രഷർ കൊടുക്കാണ്ടിരിക്കാനാ? അതായത് നമ്മൾ എപ്പോഴും നമ്മള് നൈഫ് യൂസ് ചെയ്യുന്ന ഷാർപ്പ് ആയിട്ടുള്ള നൈഫ് അല്ലെ? അതാകുമ്പോ നമ്മള് ചെറിയൊരു ബലം കൊടുത്താൽ പോലും അത് ഭയങ്കര ഹൈ പ്രഷറിൽ ഫീൽ ചെയ്യും.
അല്ലേ? വലിയ വലിയ ബലം കൊടുത്ത് നമ്മൾ അമക്കി അടിക്കൊന്നും വേണ്ട. ചെറിയതായിട്ടൊന്ന് ബലം, നമ്മൾ ചെറിയൊരു ബലം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അതങ്ങ് മുറിഞ്ഞു വരും. ഷാർപ്പ് എഡ്ജ് ആണ് അല്ലേ? അതെന്തുകൊണ്ടാ? ആ ചെറിയ ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ഒരു ചെറിയ ഏരിയയിലാണ്. ഏരിയ ഈസ് സ്മോൾ. ഇപ്പൊ ഏരിയ കുറയുമ്പോൾ പ്രഷർ കൂടും. നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വലിയ കനത്തിലുള്ള ബലമൊന്നും അല്ല ഇത്. അവിടെ പ്രഷർ ഭയങ്കരമായിട്ട് ചെല്ലുന്നു. അതുകൊണ്ട് അത് ഈസി ആയിട്ട് കട്ടാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇമ്മാനുവലിനും ഡൗട്ടാണോ? Miss, because I go to kitchen, my camera was off for 5 or 6 days. So no problem, right? ഓക്കെ, നോ പ്രോബ്ലം എന്ന് ഇമ്മാനുവൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്. സോ നോ പ്രോബ്ലം എന്നൊന്നും പറഞ്ഞില്ല, ഇമ്മാനുവൽ തന്നെ നോ പ്രോബ്ലം പറഞ്ഞു അല്ലേ? അനർഗയ, Ma'am, can you say the answer? ഫോർ ദ 6th one 6th. ആണോ? അല്ല 5th. 5th ആൻസർ പറഞ്ഞു. ഇന്ന് 6th പറഞ്ഞു. അല്ല, ഒന്നുകൂടി ഞാൻ പറയാം. വേണം 6th പറഞ്ഞു. വൈ ഡു നെയിൽസ് ഹാവ് 6th. പോയിന്റഡ് എറ്റ്? അതിന്റെ റീസണും മാന്താൻ. അത് നോക്ക്, ഒന്ന് നോക്ക്, പറയാൻ പറ്റുമോ നോക്ക്. മാന്താനല്ലേ? മാന്തി കഴിഞ്ഞ് മുറിയാവും. നെയിൽസ് ഹാവ് പോയിന്റഡ് എറ്റ്. സി, നമ്മുടെ നെയിൽസ് അല്ല ഉദ്ദേശിച്ചത്, ഒരു അയൺ നെയിൽ. അയണ്ണി. മറ്റേ വാളിലടിച്ച് കുത്തി മറ്റേ ഇതാക്കി വെച്ച് കഴിഞ്ഞ് പെട്ടെന്ന് കേറാനാണോ? അയൺ നെയിലിന് പോയിന്റഡ് ആയിട്ടുള്ള ഉണ്ട്. നമ്മള് കത്തിക്കുന്ന ഷാർപ്പ് എഡ്ജാന്ന് പറഞ്ഞു അല്ലെ? ഷാർപ്പ് നൈഫാന്ന് പറഞ്ഞു. So when the surface area is minimized, what happens with the pressure? Pressure will be increased. So it can easily go into the wall. Is it? Yes. Yes. ഇതിപ്പം അനർഗയാണോ മിസ്സാണോ ആൻസർ പറഞ്ഞത്? നമ്മൾ രണ്ടും കൂടെ അല്ലേ? ഓക്കെ. ആഹിൽ, ആൻസർ പറയാനായിരുന്നോ? അതെന്തേലും ഡൗട്ട് ആയിരുന്നോ? ഓക്കെ. സോ അങ്ങനെയെങ്കിൽ നമ്മളുടെ ഒരു പാഠമൊക്കെ എല്ലാവർക്കും ഒന്ന് സെറ്റ് ആണെന്ന് മിസ് വിശ്വസിക്കുന്നു. I'm going to activate the exam. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ആക്റ്റീവ് ആണോ? ഒന്ന് നോക്കിയേ എല്ലാവരും. Just put in the comment box. ഓക്കെ, എങ്കിൽ എഴുതി തുടങ്ങിക്കോ കേട്ടോ. ഷാസ്, today is written exam. yes, we have written exam now and I have activated the question book. ഷാസ് ഒന്ന് ഹാൻഡിൽ ഓവർ ചെയ്യണേ. പ്രണവ്, മാം, എനിക്ക് 2 കാണിക്കുന്നുണ്ടല്ലോ. കെമിസ്ട്രിയിൽ തന്നെ 2 കാണിക്കുന്നുണ്ട്. അവന്തിക്കും 2 കാണിക്കുന്നുണ്ടോ? യെസ്. നമ്മളുടെ ചാപ്റ്ററിന്റെ 2 കാണിക്കുന്നുണ്ടോ? നമ്മളുടെ ചാപ്റ്ററിൽ അതിലേതാ നോക്കിയേ. പ്രണവ്, നമ്മളുടെ ചാപ്റ്റർ ഒന്ന് ചൂസ് ചെയ്തേ. 2 ഒന്ന് ഓപ്പൺ ആക്കി നോക്കൂ കേട്ടോ. ഓക്കെ. അനർഗയ, മാം 2 സെയിമാ. ഓക്കെ. സെയിമാ. എന്താ മാം? ഇല്ലില്ല, ഞാൻ മ്യൂട്ട് മാറ്റിയതാ കേട്ടോ. ഭൂമിക, മിസ് എനിക്കിപ്പോ കിട്ടണില്ല. ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിയേ. നോക്കി 2-3 വട്ടം നോക്കി.
എന്തെങ്കിലും നെറ്റ്വർക്ക് എറർ ആയിരിക്കും കേട്ടോ. ജസ്റ്റ് ഒന്ന് ലീവ് ചെയ്തിട്ട് ഒന്ന് റീജോയിൻ ചെയ്തോ. നേരത്തെ കാണുന്നുണ്ടായിരുന്നോ ഭൂമിക? നേരത്തെ കാണുന്നുണ്ടായിരുന്നു. കാണുന്നുണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ല അല്ലേ? യെസ്. ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാ. ഇമ്മാനുവൽ, മിസ് എക്സാം കഴിഞ്ഞാൽ ലീവ് ചെയ്യാൻ പറ്റില്ല. ആ എക്സാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ലീവ് ചെയ്യാം കേട്ടോ. മിസ്സിനെ ഇൻഫോം ചെയ്യണം. ആ ജസ്റ്റ് ഒന്ന് പറയണം മിസ്സിന്റെ. കമന്റ് ബോക്സിൽ ഇട്ടാ മതി, മിസ് നോക്കുക. ഓക്കെ മിസ്. ഭൂമിക ഒന്ന് അപ്ഡേഷൻ നമ്മളുടെ ചാറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. Okay, Bhumika, then you can also start writing exam. Hand lower ചെയ്യണേ ഭൂമിക. Bhumika, just lower the hand. Saran, മിസ്സേ പകുതിക്ക് വെച്ചാൽ നെറ്റ് പോയിണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ എന്താണ് ഇപ്പൊ എക്സാം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. Can just write, start write. Emmanuel, one second. ഈ ഫോർത്ത് ക്വസ്റ്റ്യൻ ഇല്ലേ, assertion അല്ലേ? and reasoning questions each carries അതില് അതില് both A and R are true and R is the correct explanation of A അങ്ങനെ കൊടുത്തല്ലേ? അങ്ങനെയാണ് ഓപ്ഷൻസ് വരുന്നത്. അതില് ഒരെണ്ണം തന്നെ നമുക്ക് 2 പ്രാവശ്യമായിട്ട് എഴുതാൻ പറ്റുമോ? ഒരെണ്ണം തന്നെ 2 പ്രാവശ്യം എഴുതാൻ പറ്റുമോ? അതായത് 4th-നും 5th-നുമായിട്ട് എഴുതാൻ പറ്റുമോ? അല്ല, 4 നമ്പർ ഇട്ട് അതിന്റെ ആൻസർ എഴുതുക, 5th നമ്പർ ഇട്ട് അതിന്റെ ആൻസർ എഴുതുക കേട്ടോ. അതല്ല, both A and R are ഈ A എന്നെ 2 എഴുതാൻ പറ്റുമോ? ഏതെന്നെ 2 ആൻസർ വരാം, അങ്ങനെ വരാതിരിക്കൊന്നുമില്ല കേട്ടോ. ചിലപ്പോ 2ന്റെ ആൻസർ A ആവാം. Okay, miss. Thank you. Okay. മാനുവൽ ഹാൻഡ് ഒന്ന് ലോവർ ചെയ്യണം കേട്ടോ.
ആഹിൽ കംപ്ലീറ്റ് ആയില്ലേ? അപ്ലോഡ് ചെയ്തോ ആഹിൽ? അപ്ലോഡ് ചെയ്തെങ്കിൽ ലീവ് ചെയ്യാം കേട്ടോ. ഇനി ആർക്കെങ്കിലും അപ്ലോഡ് ആവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? നിങ്ങൾ എന്തായാലും ഫോട്ടോ എടുത്തിട്ട് PDF ഒക്കെ ആക്കിയില്ലേ അപ്ലോഡ് ആക്കാൻ നോക്കുക. അപ്പൊ അതിൽ MB കൂടുതലായിരിക്കും കേട്ടോ. അതിന് ഒത്തിരി MB ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് അപ്ലോഡ് ആവാത്തത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ ഫോട്ടോ എടുത്തില്ലേ, അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ കുറച്ചുകൂടെ MB കുറഞ്ഞോളൂ. ആ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് നിങ്ങളൊന്ന് PDF ആക്കി അപ്ലോഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, മാനുവൽ മിസ് ഞാൻ എക്സാം എഴുതുമ്പോ തന്നെ ക്യാമറ ഓഫ് ആയി പോവാ. അത് നിങ്ങൾ ജസ്റ്റ് ആ എക്സാം അടുത്തൊരു ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടി നിങ്ങൾ പേജ് ലീവ് ചെയ്ത് പോവുക. സൂമിൽ എന്തായാലും അന്നേരം ബാക്ക് പേജ് അടിക്കുമ്പോൾ നിങ്ങൾ ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. സൂം വിട്ട് വേറൊരു പേജിൽ കയറും. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയിട്ട് വേഗം തിരിച്ച് സൂമിലേക്ക് തന്നെ വരിക. അപ്പൊ ക്യാമറ ഓൺ ആയിക്കോളൂ കേട്ടോ. ഓക്കെ മിസ്.
അശ്വൽ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞു, ലീവ് ചെയ്യട്ടോ. അപ്ലോഡ് ചെയ്തോ? ഹൗ വാസ് ദ എക്സാം? സൂപ്പർ. ഇച്ചിരി പാടായിരുന്നു അല്ലേ? ഓക്കെ, സാരില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം സെറ്റ്. ശിവദേവ്, മാഡം ഈ റിട്ടേൺ എക്സാമിൽ ഓപ്ഷൻസ് ഉള്ളതിൽ ഓപ്ഷൻ നമ്പർ മാത്രം ഇട്ടാൽ മതി, അത് ആൻസർ എഴുതണോ? ഓപ്ഷൻ നമ്പർ മാത്രം എഴുതിയാലും മതി കേട്ടോ. ഓക്കെ മാം. ജെഫ്ലിൻ, മിസ്സേ, ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളൂ. എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോ എന്താ ഓട്ടോമാറ്റിക്കായി ലെഫ്റ്റ് ആയി പോയി. ലെഫ്റ്റ് ആയിപ്പോയി. എന്നിട്ട് ക്വസ്റ്റൻ ഒക്കെ ഇപ്പൊ എഴുതി കഴിഞ്ഞോ? ഇല്ല മിസ്സേ, ഞാൻ മറ്റേ അസർഷൻ ആൻഡ് റീസൺസ് ഇല്ലേ, ആൻസർ അറിയാം. പക്ഷെ മിസ്സേ, ഓപ്ഷൻസ് മാത്രം എഴുതിയാൽ മതിയോ? അല്ലെങ്കിൽ മറ്റേ ബോത്ത് എ ആൻഡ് ആർ കറക്റ്റ് അങ്ങനെ എഴുതണം? അങ്ങനെയും കൂടെ എഴുതിക്കോ കേട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ മിസ്. ഉദയ, ടീച്ചർ എക്സാം എഴുതി കഴിഞ്ഞു, ലീവ് ആവാവോ? അപ്ലോഡ് ചെയ്തോ? ആ, എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. നല്ലായിരുന്നു അല്ലേ? ഓക്കെ, എന്നാ ലീവ് ചെയ്തോട്ടോ. ഓക്കെ ടീച്ചർ, താങ്ക് യു. വെൽക്കം. അമൻ, മാം ഞാൻ എഴുതി കഴിഞ്ഞു, അപ്ലോഡ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു മാം. ചെയ്തേനെ അല്ലേ? സെറ്റ് യെസ് ആയിരുന്നു. മാം. ഓക്കെ, എന്നാ ലീവ് ചെയ്തോട്ടോ. ഓക്കെ, താങ്ക് യു മാം. വെൽക്കം. ഭൂമിക, മാം എന്റെ എക്സാം എഴുതി കഴിഞ്ഞു, ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു, ഞാൻ പോട്ടെ? അപ്ലോഡ് ചെയ്തോ? ആ, ചെയ്തു കഴിഞ്ഞു. കഴിഞ്ഞു. കുഴപ്പമില്ല, ലീവ് ചെയ്യാട്ടോ. ഓക്കെ, ബൈ. Bye. Hope to see you in the next session. മാം, ആറാമത്തെ എക്സ്പ്ലനേഷൻ വേണോ? ആറാമത്തേത് എന്ത് ക്വസ്റ്റൻ ആ? ഷോർട്ട് ആൻസർ ആണ്? ടോട്ടല്ല. ഷോർട്ട് ആൻസർ അല്ല, അല്ലേ? 2 marks. അല്ല, അല്ല, 2 marks question. ആറാമത്തെ അല്ല, എട്ടാമത്തെ. എട്ടാമത്തെ ലോങ് ആൻസർ അല്ലേ? അപ്പൊ ഇച്ചിരി എക്സ്പ്ലനേഷൻ വേണം. ഓക്കെ. അവനിക അപ്ലോഡ് ചെയ്തു, ലീവ് ചെയ്തു, അകല എങ്കിൽ പോട്ടോ. Thank you for joining the session today and bye.
അദ്വൈതായി അപ്ലോഡ് ചെയ്തു എങ്കിൽ ലീവ് ചെയ്യാട്ടോ. മിസ്സേ ജെഫ്രെ മിസ്സേ അടുത്ത ക്ലാസ്സിലും ഉണ്ടാവുക? ആയിരിക്കില്ല കേട്ടോ. നിങ്ങൾ വേറെ ചാപ്റ്റർ ഒക്കെ ആയിരിക്കില്ല. മിസ്സിന് ഏത് മിസ്സന്നെ ചാപ്റ്റർ ആയിക്കോ ആണെന്നൊന്നും മിസ്സേ, അറിയില്ല. മിസ്സന്നെ ആയിക്കോ. അതെ അതെ, ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, ഞാൻ തന്നെ ആയിരിക്കും കേട്ടോ. ഓക്കെ. ഓക്കെ, കഴിഞ്ഞോ? ജെഫിൻ കഴിഞ്ഞോ? കഴിയാനേ മറ്റേ ഷോർട്ട് ആൻസർ കഴിഞ്ഞ് പിന്നെ മറ്റേ ലാസ്റ്റ് MCQ ഇല്ലേ അവിടെ എത്തി. ഓക്കെ. അറിയാ കഴിഞ്ഞോ? Ma'am, I finished. എന്തോ Finished. ഫിനിഷ്ഡ്? ഓക്കെ. അപ്ലോഡ് ചെയ്തോ? അപ്ലോഡ് ചെയ്തു. എളുപ്പമായിരുന്നോ? എന്നാ ലീവ് ചെയ്തോ കേട്ടോ. താങ്ക് യു Bye, ഫോർ ma'am. ജോയിനിങ് ദ സെഷൻ ടുഡേ. ഗുഡ് നൈറ്റ്. Bye, ബൈ ma'am. ബൈ. Bye bye. ഇമ്മാനുവൽ Ma'am, I completed exam and submitted. സബ്മിറ്റഡ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഈസി ആയിരുന്നു ആണോ? Yes, miss. കുറച്ചൊക്കെ. കുറച്ച് കുഴപ്പമില്ല കേട്ടോ. എന്നാ പയ്യെ ലീവ് ചെയ്തോ കേട്ടോ. Thank you, miss. Bye. ഓക്കെ. Okay, bye. Who is that? Krishna. കൃഷ്ണ. അപ്ലോഡ് ചെയ്തോ? കഴിഞ്ഞോ? എഴുതിക്കൊണ്ടിരിക്കുവായിരുന്നു മിസ്സേ. ലേറ്റ് ആയിരുന്നു ഞാൻ വന്നപ്പോ നന്നായിട്ട്. എഴുതിക്കോ കേട്ടോ.
നവദീപ് കഴിഞ്ഞു. അപ്ലോഡ് ചെയ്തോ? ആ എന്നാ പയ്യെ ലീവ് ചെയ്തു കേട്ടോ. താങ്ക് യു മൃദുലയ മാം. താങ്ക് യു ആൻഡ് ബൈ. ബൈ. മൃദുലയ കഴിഞ്ഞു, അപ്ലോഡ് ചെയ്തോ? Yes, ma'am. ഇത് പയ്യെ ലീവ് ചെയ്തോ കേട്ടോ. Okay. Thank you. ബൈ. ഓൾമോസ്റ്റ് 8 o'clock ആവുന്നു കേട്ടോ. ശിവദേവ് മാഡം ഞാൻ എഴുതി കഴിഞ്ഞു. അപ്ലോഡ് ചെയ്തോ? ഇല്ല, അപ്ലോഡ് ചെയ്യണം. പെട്ടെന്ന് ചെയ്തോ കേട്ടോ. എന്തോ അപ്ലോഡ് ചെയ്തിട്ട് ലീവ് ചെയ്യാവോ? അപ്ലോഡ് ചെയ്തിട്ട് ലീവ് ചെയ്യാം. ഓക്കെ മാം. ജെഫ്രിൻ മിസ്സേ, ഞാന് എന്താ കോളൊന്ന് കട്ടാക്കട്ടെ. എന്ന് വെച്ചാ എന്റെ മദറിനെ ഒന്ന് വിളിക്കണം. ഇതൊന്ന് മറ്റേ അയച്ചെടുക്കാൻ പ്രോസസ് എനിക്ക് അറിയില്ല. ഓക്കെ, ഓക്കെ എന്നിട്ട് തിരിച്ചു കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? ആ കഴിഞ്ഞു. സർ എന്തോ പിന്നെ ജോയിൻ ചെയ്യണ്ടേ? 8 o'clock ആയി. മിക്കവാറും നമ്മളിപ്പം ഉടനെ സെഷൻ തീരും. കുഴപ്പമില്ല, നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ മാം. സോ ബാക്കി നമുക്ക് 10 പേര് നിൽക്കുന്നുണ്ട്. എല്ലാരും ഒന്ന് കഴിഞ്ഞോ അല്ലെ കഴിയാറായോ? അപ്ലോഡ് ചെയ്തോ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാവോ? ഫാത്തിമ, വാമിക, ഷാസ്, സരൺ, കൃഷ്ണ, പ്രണവ്, നയന, റൈറ്റൻ. നയന കഴിഞ്ഞിട്ടുണ്ട്. അപ്ലോഡ് ചെയ്തോ നയന? ലീവ് ചെയ്തോ കേട്ടോ. ഓക്കെ, കാശിനാഥ് ഫിനിഷ് ആയി. വേഗം അപ്ലോഡ് ചെയ്തോളൂ. ലീവ് ചെയ്തോ കേട്ടോ. സോ അപ്പോൾ 8 o'clock ആയിട്ടുണ്ട്. മാം സെഷൻ ഇവിടെ എൻഡ് ചെയ്യാണ്. യു ക്യാൻ ജസ്റ്റ് റൈറ്റ് ദ എക്സാം ആൻഡ് അപ്ലോഡ്. ഓക്കെ, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. സോ അപ്പൊ നമ്മളുടെ ഈ ബാച്ച് ഇവിടെ കഴിഞ്ഞു കേട്ടോ. ചാപ്റ്ററും ഒക്കെ കഴിഞ്ഞു, എക്സാമും ഒക്കെ കഴിഞ്ഞു. എല്ലാവരും കണ്ടതിൽ മിസ്സിന് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. വീണ്ടും ഏതെങ്കിലും സെഷനിലോ ബാച്ചിലോ ഒക്കെ വെച്ചിട്ട് നമുക്ക് കാണാം. ഓക്കെ, സോ താങ്ക് യു ഫോർ ജോയിൻ ദ സെഷൻ ടുഡേ ആൻഡ് ഗുഡ് നൈറ്റ് എവ്രിവൺ. ഗുഡ് ബൈ.